സ്റ്റാലിൻ ദേവൻ, ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വന്ന് വഖഫ് നിയമം പൊളിച്ചെഴുതുകയാണെങ്കിൽ മുനമ്പം ജനതയ്ക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ആശ്വാസം കിട്ടുമോ? ഇല്ല എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്, പക്ഷേ ഉണ്ട് എന്ന് ഇപ്പോൾ മുനമ്പത്തെ സമരസമിതി പോലും പറയുന്നുമുണ്ട്. ഇപ്പോൾ സഭയാണെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ വരുന്നു. ദീപികയിൽ ഇന്നലത്തെ മുഖപ്രസംഗം ഉണ്ടായിരുന്നു. പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണം, ഇതുവരെ എതിർക്കാൻ തീരുമാനിച്ചവർ അതിൽ നിന്ന് പിന്മാറണമെന്ന്. ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ ഇല്ലയോ? മുനമ്പംകാർക്ക് ഇപ്പോൾ JPC അംഗീകരിച്ച് നൽകിയിരിക്കുന്ന ആ റിപ്പോർട്ട് അതേപടി പാസ്സാക്കപ്പെടുകയാണ് എങ്കിൽ അത് പാസ്സാക്കി നോട്ടിഫിക്കേഷൻ ആകുന്ന നിമിഷം ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. കാരണം ഈ ബില്ല് വന്ന സമയത്ത് ഇതിൻ്റെ സെക്ഷൻ 2 ഒരു ഭേദഗതി നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. അത് JPCക്ക് പോയപ്പോൾ മഹാരാഷ്ട്രയിലുള്ള ഒരു ബോറ എന്ന് പറയുന്ന മുസ്ലിം ഡിനോമിനേഷൻ, ഈ ഡിനോമിനേഷൻ എന്ന് നമ്മൾ പാർലമെൻറ്റിലൊക്കെ ഈ പ്രതിപക്ഷക്കാരൊക്കെ വിളിച്ച് പറയുന്നത് കേൾക്കാറുണ്ട്, ഡിനോമിനേഷന് ഈ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതി ഡിനോമിനേഷന് എതിരാണ് എന്ന്. അത് ഈ ഡിനോമിനേഷൻ എന്തെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ഈ ഓരോ മതത്തിൻ്റെയും അടിയിലുള്ള പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളും മറ്റും അനുഷ്ഠിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാഗാ സന്യാസിമാരെയൊക്കെ പോലെയുള്ള അവർക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക അവകാശങ്ങൾ, അവർക്ക് സ്വന്തമായിട്ട് വസ്തു നേടിയെടുക്കാം, അവർക്ക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാം. അതൊക്കെ ഈ സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ഒക്കെ അവർക്ക് അവരുടേതായ രീതിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ബോറ കമ്മ്യൂണിറ്റിക്കാർ അവരിതുവരെയൊക്കെ ഉണ്ടാക്കിയിരുന്ന വഖഫുകൾ ഇത് പബ്ലിക് ട്രസ്റ്റിൻ്റെ അടിയിൽ ആണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായ കാര്യങ്ങളിൽ ബാഹ്യശക്തികൾ ഇടപെടുന്നത്, അത് സർക്കാരായാലും ഇടപെടുന്നത് അവർക്ക് ആത്മഹത്യാപരമാണ്. അത് അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് മതനിന്ദയായി മാറും. അതുകൊണ്ട് ഞങ്ങളെ ഈ വഖഫ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നും പുറത്താക്കി തരണം എന്നൊരു അപേക്ഷ അവർ ഈ മന്ത്രാലയത്തിന് നൽകുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നിയമത്തിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം വഖഫ് ബോർഡുകൾ ഉണ്ടാക്കാം. അഗാഖാനി, ബോറ എന്നീ രണ്ട് കമ്മ്യൂണിറ്റിക്കും ഡിനോമിനേഷനും വേണ്ടിയിട്ട് പുതിയതായിട്ട് അവർക്ക് വേണമെങ്കിലും വഖഫ് ബോർഡുകൾ ഉണ്ടാക്കാം എന്നൊരു നിർദ്ദേശമായിരുന്നു പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആ ബില്ലിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ വഖഫ് ബോർഡ് വന്നു കഴിഞ്ഞാലും വീണ്ടും അവർ ഈ സർക്കാരിൻ്റെയും ഈ വഖഫ് ആക്ടിൻ്റെയും പരിധിക്ക് അകത്ത് തന്നെയായിരിക്കും. അതിനൊരു പരിഹാരമായിട്ടാണ് JPC ഈ വിഷയം പഠിച്ചതിന് ശേഷം ഈ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 2 കൂടി ഒരു പരിഷ്കരണം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഈ സെക്ഷൻ 2 ഡീല് ചെയ്യുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് ഈ വഖഫ് ആക്ട് ബാധകം ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ അജ്മീറിലെ ഒരു ദർഗയ്ക്ക് അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ ഇനി വരാൻ പോകുന്ന ഈ വഖഫ് ആക്ടിലെ ഇത് എന്തായിരിക്കും, സെക്ഷൻ 2 പറയുന്നത് എന്തായിരിക്കും എന്ന് വച്ചു കഴിഞ്ഞാൽ, provided further that nothing in this act shall, notwithstanding any judgment, decree or order of any court, apply to a trust by whatever name called, established before or after the commencement of this act, or statutorily regulated by any statutory provision pertaining to public charities by a Muslim for purposes similar to a waqf under any law for the time in force എന്നാണ് പുതിയതായിട്ട് സെക്ഷൻ 2 വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മുനമ്പംകാർക്ക് പരിഹാരമുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉപയോഗം ഉണ്ടാകില്ല എന്ന് ഈ വഖഫ് ആക്ടോ ഇതൊന്നും പഠിക്കാതെ ചുമ്മാ വിളിച്ച് പറയുന്നത്. ഇതിൽ നിലവിലുള്ള തർക്കങ്ങൾക്കും ഇത് ബാധകമാണ് എന്ന രീതിയിൽ കൂടിയാണ് അല്ലേ? ഇത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ആണ്. അപ്പോൾ അവിടെ നിലവിൽ വരുന്നതിന് മുൻപോ പിൻപോ ആണെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ഈ മുസ്ലിം മതപരമായ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടി കൊടുത്ത വസ്തു ഒരു ട്രസ്റ്റിനോ ഒരു സൊസൈറ്റിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഉണ്ടാക്കപ്പെട്ട സംവിധാനത്തിൻ്റെ അടിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ആണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ
വഖഫ് ബോർഡിന് അത് വഖഫായി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അത് പരിശോധിക്കാമെന്ന് അല്ലെ, ഇനി പുതിയ വഖഫ് ബോർഡ് വരുമ്പോൾ അത് പരിശോധിക്കാം തർക്കമുണ്ടെങ്കിൽ അല്ലെ? തർക്കമില്ലല്ലോ. കാരണം ഇവിടെ എന്താ സംഭവിച്ചത്, സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മുസ്ലിം, 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് ഡൊണേറ്റ് ചെയ്യുന്ന ആളൊരു മുസ്ലിം ആയിരിക്കണം, മതപരമായ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടായിരിക്കണം, കൊടുത്തത് ഏതെങ്കിലും ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ആണെങ്കിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവൂ. ഇവിടെ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മുസ്ലിം മതം അനുശാസിക്കുന്ന രീതിക്കുള്ള ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടി എന്നാണ് ഇതുവരെ വഖഫ് സംരക്ഷണ വേദിയും വഖഫ് ബോർഡും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. കൊടുത്തത് 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് അടിയിൽ രജിസ്റ്റർ ചെയ്ത ഫറൂഖ് കോളേജിനായിരുന്നു. അങ്ങനെ വരുമ്പോൾ ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്ന് പറയുമ്പോൾ 1950 സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മുസ്ലിം കൊടുത്തത് ഒരു സൊസൈറ്റിക്കായതിനാൽ അത് വഖഫ് ആക്ടിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും. അപ്പോൾ ഇത് കിട്ടത്തില്ല, പരിഹാരം ഉണ്ടാവില്ല എന്ന് പറയുന്നവർ ഇതിനാണ് എനിക്കൊരു സമാധാനം പറയേണ്ടത്.